നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കൊലപാതകം നടക്കുന്നു. തുടർന്ന് അത് ഒരു സീസൺ പോലെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും അടുത്തൊരു കൊലപാതകം സംഭവിക്കുന്നു, വീണ്ടും അടുത്തൊരു കൊലപാതകം സംഭവിക്കുന്നു. പിന്നെ കുറച്ച് നാളുകൾ അങ്ങനെ പോയി കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതാകുന്നു തീരെ. ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പീഡനം സംഭവിക്കുന്നു, വീണ്ടും പരമ്പര പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം വീണ്ടും അതേ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടുവരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു കാലം കഴിഞ്ഞ് പീഡന വാർത്ത കേൾക്കുമ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നതിൻ്റെ കാരണം എന്താണ്? അതായത് പ്രശ്നങ്ങൾ തുടങ്ങുന്നു, ഒരു ചങ്ങല പോലെ കുറച്ച് മുന്നോട്ട് പോകുന്നു, ശേഷം മറ്റൊരു പ്രശ്നം വരുന്നു, ആ പ്രശ്നവും അതുപോലെ തന്നെ തുടർന്നു പോകുന്നു. അതായത് ഒരു സീസൺ പോലെയാണ് ഈ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്കിൽ നമുക്കിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. നാം നിരീക്ഷിച്ച ഈ പ്രവണതയെ അതീവ ഗൗരവമുള്ളതും അതേ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒന്നാണ്. ഒരേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരു ചങ്ങല പോലെ തുടർച്ചയായി സംഭവിക്കുന്നതിന് പ്രധാനമായും 3 രീതിയിൽ നോക്കിക്കാണാൻ സാധിക്കും. ഒരു വലിയ കുറ്റകൃത്യം നടക്കുകയും അതിന് മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ വലിയ പ്രചാരം ലഭിക്കുകയും ചെയ്യുമ്പോൾ സമാനമായ മാനസികാവസ്ഥയിലുള്ള മറ്റുള്ളവർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാറുണ്ട്. ഒരു ഫാക്ടറിയിൽ ഒരേ അച്ചിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വരുന്നത് പോലെ ഒരു കുറ്റകൃത്യത്തിൻ്റെ രീതി മറ്റൊരാൾ അനുകരിക്കുന്നതാണിത് എന്ന് മനഃശാസ്ത്രം പറയുന്നു. ചിലപ്പോൾ കുറ്റകൃത്യങ്ങൾ നേരത്തെയും നടക്കുന്നുണ്ടാകാം. എന്നാൽ ഒരു പ്രത്യേക സംഭവം ചർച്ചയാകുമ്പോൾ പിന്നീട് നടക്കുന്ന സമാനമായ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയാവുകയും ആളുകൾ അതിനെ ഒരു സീസണായി കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് സമൂഹത്തിൽ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നാം സൂചിപ്പിച്ചതുപോലെ കുറ്റകൃത്യങ്ങൾ പലപ്പോഴും ഒരു കൂട്ടമായിട്ടാണ് വരുന്നത്. ഇതിനെ ഒരു തരംഗം പോലെ വിശേഷിപ്പിക്കാം. ഒരു പ്രത്യേകതരം കുറ്റകൃത്യം, ഉദാഹരണത്തിന് മോഷണം അല്ലെങ്കിൽ അക്രമം, ഒരു പ്രദേശത്ത് വിജയിക്കുമ്പോൾ ആ മാതൃക പിന്തുടരാൻ ക്രിമിനലുകൾക്ക് ധൈര്യം ലഭിക്കുന്നു. കുറച്ചു കാലം കൊലപാതക വാർത്തകളാണെങ്കിൽ പിന്നീട് വരുന്നത് സ്ത്രീ പീഡനമോ മയക്കുമരുന്ന് കേസുകളോ ആയിരിക്കും. ഇത് സമൂഹത്തിൻ്റെ ശ്രദ്ധയും പോലീസിൻ്റെ നിരീക്ഷണവും ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ മറ്റ് മേഖലകളിൽ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന അവസരം കൂടിയാവാം ഇത്. പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും ഒരു താളത്തിൽ പോകുന്നത് പോലെ മനുഷ്യൻ്റെ പ്രവർത്തികളും അത് നല്ലതായാലും ചീത്തയായാലും പലപ്പോഴും ഇത്തരം പാറ്റേണുകൾ പിന്തുടരാറുണ്ട്. ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സംവിധാനങ്ങൾ ഒരുങ്ങുന്നതിന് മുമ്പേ അടുത്ത കണ്ണി സംഭവിക്കുന്നു എന്നത് ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രതിഭാസത്തെ നമുക്ക് പാറ്റേൺ ഒബ്സർവേഷൻ എന്ന് വിളിക്കാം. ഇതിനെ പ്രപഞ്ചമെന്ന ബാക്ടറിയുമായി ബന്ധിപ്പിച്ച് നോക്കിയാൽ 3 കാര്യങ്ങളാണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൻ്റെ താളം. പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും ചക്രങ്ങളായിട്ടാണ് നടക്കുന്നത്. നക്ഷത്രങ്ങളുടെ ജനനവും മരണവും, ഋതുഭേദങ്ങൾ, രാത്രിയും പകലും, ഇതെല്ലാം ഒരു പാറ്റേൺ പിന്തുടരുന്നുണ്ട്. മനുഷ്യ സമൂഹവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരു പ്രത്യേകതരം ചിന്താഗതിയോ കുറ്റകൃത്യമോ സമൂഹത്തിൽ പടർന്നു പിടിക്കുമ്പോൾ അതൊരു തരംഗമായി മാറുന്നു. അത് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയ ശേഷം അടുത്ത ഒന്നിലേക്ക് വഴിമാറുന്നു. മനുഷ്യർ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. റേഡിയോ തരംഗങ്ങൾ പോലെ ചില വാർത്തകളും ചിന്തകളും മനുഷ്യൻ്റെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരിടത്ത് ഒരു ആക്രമണം നടക്കുമ്പോൾ അത് കേൾക്കുന്ന സമാനമായ മാനസിക നിലയുള്ള ഒരാളിൽ ആ വിത്ത് പാകപ്പെടുന്നു. ഇതിനെ ശാസ്ത്രത്തിൽ ക്ലസ്റ്റർ ഇഫക്റ്റ് എന്ന് പറയപ്പെടുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടരുന്ന ഒരു വൈറസ് ബാധ പോലെയാണിത്. ഒരു ഫാക്ടറിയിൽ ഒരു മെഷീൻ തെറ്റായി പ്രവർത്തിച്ചാൽ അത് അടുത്തതിനെയും ബാധിക്കുന്നത് പോലെയാണിത്. ഒരു കുറ്റകൃത്യം നടക്കുന്നു, സമൂഹം അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. നിയമവ്യവസ്ഥയോ പോലീസോ അതിന് പിന്നാലെ പോകുമ്പോൾ മറ്റ് മേഖലകളിൽ ഒരു അയവുണ്ടാകുന്നു. അപ്പോൾ അടുത്ത തരം കുറ്റകൃത്യങ്ങൾ തലപൊക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് എന്താണ്? നമുക്കിതിനെ ഒരു സാമൂഹിക ചക്രമെന്ന് വിളിക്കാം. മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ മറ്റൊരാൾക്ക് മാതൃകയാകുന്നു. അത് നല്ലതായാലും ചീത്തയായാലും. നാം നേരത്തെ പറഞ്ഞ പ്രപഞ്ചം ഒരു ഫാക്ടറിയാണെന്ന ചിന്ത ഇവിടെയും പ്രസക്തമാണ്. ഈ ഫാക്ടറിയിൽ സകലതും കണക്റ്റഡാണ്. ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത് ആരെങ്കിലും ഇരുന്ന് നിയന്ത്രിക്കുന്നതാണോ അതോ പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഒഴുക്കാണോ എന്നത് ഇപ്പോഴും വലിയൊരു തർക്ക വിഷയം തന്നെയാണ്. പക്ഷേ ഒന്നുറപ്പാണ്, ഒന്നിനും ഒരു തുടർച്ചയില്ലാതെ നിലനിൽപ്പില്ല. ഒരു തരം വാർത്തകൾ അവസാനിക്കുമ്പോൾ അടുത്തത് തുടങ്ങുന്നത് ഈ ഫാക്ടറിയിലെ ഷിഫ്റ്റുകൾ മാറുന്നത് പോലെയാണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകളുടെയും സംഭവങ്ങളുടെയും ഒരു ചങ്ങല നമുക്ക് ചുറ്റും മുറുകുമ്പോൾ അതിൽ പെട്ടുപോകാതെ മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പ്രപഞ്ചമെന്ന ഫാക്ടറിയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ യൂണിറ്റുകളാണെന്ന് കരുതുക. ആ ഫാക്ടറിയിലെ തകരാറുകൾ നമ്മെ ബാധിക്കാതിരിക്കാൻ
താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്കും പരീക്ഷിക്കാവുന്നതാണ്. 1. ഒരു ഫാക്ടറിയിൽ ഗുണനിലവാരമില്ലാത്ത അസംസ്കൃത വസ്തുക്കൾ കയറ്റിയാൽ ഉൽപ്പന്നവും മോശമാകും. അതുപോലെയാണ് നമ്മുടെ മനസ്സും. തുടർച്ചയായ കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ കാണുന്നത് മനസ്സിനെ നെഗറ്റീവായി പ്രോഗ്രാം ചെയ്യും. അത്യാവശ്യ വിവരങ്ങൾ മാത്രം അറിഞ്ഞ ശേഷം വാർത്തകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. ഭയവും ദേഷ്യവും ജനിപ്പിക്കുന്ന പോസ്റ്റുകൾ ഒഴിവാക്കി അറിവും പോസിറ്റിവിറ്റിയും നൽകുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. പുറം ലോകത്ത് എന്തു നടന്നാലും നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നശിപ്പിക്കാതിരിക്കാൻ ഒരു പ്രതിരോധ കവചം തീർക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലികളിലോ, ഉദാഹരണത്തിന് വീഡിയോ നിർമ്മാണം, എഴുത്ത് അല്ലെങ്കിൽ ബിസിനസ് ആശയങ്ങൾ, ഇതിലെല്ലാം പൂർണ്ണമായി മുഴുകുക. മനസ്സ് ക്രിയാത്മകമായ കാര്യങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ പുറത്തുള്ള പാറ്റേണുകൾ നിങ്ങളെ സ്വാധീനിക്കുകയില്ല. പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളോ ശാസ്ത്രമോ പുതിയ സാങ്കേതിക വിദ്യകളോ പഠിക്കുന്നത് മനസ്സിനെ ഉയർന്ന ചിന്തകളിലേക്ക് നയിക്കും. സംഭവങ്ങളിൽ വികാരധീരനായി ഇടപെടുന്നതിന് പകരം ഒരു നിരീക്ഷകനാവുക. ഇതൊരു സാമൂഹിക മാറ്റമാണ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ അതിൽ നിന്ന് മാനസികമായി മോചിതനാകും. മറ്റുള്ളവർ ആ ചങ്ങലയിൽപ്പെട്ട് ഓടുമ്പോൾ നിങ്ങൾ മാറി നിന്ന് അത് വീക്ഷിക്കുക. ഇത് അനാവശ്യമായ ഭയവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കും. പ്രപഞ്ചമെന്ന ബാക്ടറിയിൽ കുറ്റകൃത്യങ്ങൾ മാത്രമല്ല ഉള്ളത്, മനോഹരമായ പ്രകൃതിയും ശാന്തമായ നിയമങ്ങളുമുണ്ട്. വാർത്താ ചാനലുകൾക്ക് പകരം രാത്രിയിലെ ആകാശമോ കാറ്റോ മരങ്ങളോ ശ്രദ്ധിക്കുക. മനുഷ്യനുണ്ടാക്കുന്ന ബഹളങ്ങളെക്കാൾ വലിയൊരു ക്രമം പ്രകൃതിയിലുണ്ടെന്ന് അപ്പോൾ മനസ്സിലാവും. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ നമ്മുടെ റിയാക്ഷൻ മാറ്റാൻ നമുക്ക് തീർച്ചയായും സാധിക്കുന്നതാണ്. നിങ്ങൾ എന്തിനെയാണോ ശ്രദ്ധിക്കുന്നത് അതാണ് നിങ്ങളുടെ ലോകമായി മാറുന്നത്. അതുകൊണ്ട് ആ ചങ്ങലയിലെ ഒരു കണ്ണിയാകാതെ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുക. മനസ്സിനെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തിരിച്ചുവിടാൻ നിങ്ങൾ സാധാരണയായി എന്തെങ്കിലും വിനോദങ്ങളിലോ പഠനങ്ങളിലോ ബോധപൂർവം തന്നെ ഏർപ്പെടുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കൊല്ലം ജില്ലയിൽ മാത്രമായിട്ട് 3-ലധികം കൊലപാതകങ്ങളാണ് കഴിഞ്ഞു പോയത്. അതിലെനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയത് എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്ത് ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കൊലപാതകം നടക്കുകയുണ്ടായി. ന്യൂ സ്പൈസി എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനെ അവിടുത്തെ ജോലിക്കാരൻ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്ന ആ ഒരു അവസരം, ആ ഒരു സന്ദർഭം. ശേഷം ആ സ്ഥാപനം എടുത്ത് നടത്തിയിരുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ചെല്ലുകയും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ഇറക്കിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ അതിന് കൂട്ടാക്കാതെ തൻ്റെ വാഹനത്തിൽ കയറ്റാൻ പറ്റില്ല എന്ന് കർശനമായി തന്നെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് പറയുകയാണ് ഉണ്ടാകുന്നത്. ശേഷം ഏകദേശം 15 മിനിറ്റോളം ഈ കുത്തേക്കപ്പെട്ട ആളെ റോട്ടിൽ കിടത്തിയിട്ട് ഇവർ വരുന്ന വാഹനങ്ങൾക്കെല്ലാം കൈ കാണിക്കേണ്ടതായിട്ട് വന്നു. നിർഭാഗ്യവശാൽ അതിലെ പോയ ഭൂരിപക്ഷം ആളുകളും വാഹനം നിർത്തിയില്ല. ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു. എന്നിരുന്നാലും അത്രത്തോളം ഏറ്റവും അടുത്ത് ബന്ധമുള്ള അല്ലെങ്കിൽ എത്രത്തോളം പരിചയമുള്ള ആ ഒരു വ്യക്തി ആ മനുഷ്യനെ ആ വാഹനത്തിൽ, സ്വന്തം വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കാനോ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനോ യാതൊരു ശ്രമവും നടത്തിയില്ല. അദ്ദേഹം ആ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു പക്ഷേ അദ്ദേഹത്തിനും ഇതേപോലെ ഒരു സാഹചര്യം വന്നുകൂടായികയുണ്ടോ? തീർച്ചയായും എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മെക്കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.